So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ഈ ഓഫർ കേട്ട് അവിടെ തടിച്ചുകൂടിയിരുന്ന ജനമാകെ ആർത്ത് വിളിച്ച് സന്തോഷിക്കുകയാണ്. KSRTCയിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. ഞാൻ ഒരിക്കൽ കൂടെ അത് റീവൈൻഡ് ചെയ്തിട്ടൊന്ന് കേട്ടു നോക്കി. എല്ലാ സ്ത്രീകൾക്കും, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ആ KSRTCയിൽ ഫ്രീ യാത്ര എന്ന് തന്നെയാണ് അദ്ദേഹം ഓഫർ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് ഇത്തരം ഒരു വിഡ്ഢിത്തം വിളിച്ചു പറയുമ്പോൾ പലവട്ടം ആലോചിച്ച് കാണില്ലേ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ച് നോക്കിയിട്ടും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. സംഗതി വളരെ സത്യമാണ്. ആ ഓഫർ അവർ വെച്ചിരിക്കുന്നു കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ. ആരാണ് ഇത്തരം മണ്ടത്തരങ്ങൾ ഇദ്ദേഹത്തെയും UDF-നെയും ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കനകോലു എന്ന് പറഞ്ഞ ഒരാളാണ് അത്ര ഇത്തരം തന്ത്രങ്ങൾക്കൊക്കെ രൂപം കൊടുക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ആന മണ്ടത്തരമാണെന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു സിമ്പിൾ കണക്ക് പറഞ്ഞേക്കാം ഞാൻ. നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരുണ്ടല്ലോ, ഏതാണ്ട് ഒരു 5.5 ലക്ഷം പേരുണ്ട്. അതിൽ ഏതാണ്ട് പകുതിയോളം പേര് സ്ത്രീകളാണ്. അതിലൊരു 15% KSRTCയാണ് ആശ്രയിക്കുന്ന യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ശമ്പളം വാങ്ങുന്ന വിഭാഗമാണ് അവർ. അതുകൂടാതെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, പിന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, അവിടെയുള്ള കുറേയധികം ഏതാണ്ട് മിക്കവാറും സ്ത്രീകൾ ഈ ഇതുപോലെ 15% സ്ത്രീകളും നല്ല ശമ്പളം വാങ്ങുന്നവരാണ്. 50,000 രൂപ, 30,000 രൂപ, 40,000 രൂപയൊക്കെ മാസ ശമ്പളം വാങ്ങുന്ന ഇവരെല്ലാം ഈ KSRTCയെ യാത്ര ചെയ്യുന്നു. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, അവിടെ എല്ലാവരും കൂടെ 5 മണിയാകുമ്പോഴേക്കും ഓടി വന്ന് അവിടുത്തെ KSRTCകളിലൊക്കെ അങ്ങ് നിരന്നിരിക്കുന്നത് കാണാം. ഇവരെയൊക്കെയാണ് ഈ UDF അധികാരത്തിൽ വന്നാൽ ഫ്രീ ആയി കൊണ്ടുപോകുമെന്ന് ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കാൻ നാളെ പ്രധാനമന്ത്രിയായി നിൽക്കാൻ റെഡിയാകുന്ന ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു നേതാവ് ഈ ആനമണ്ടത്തരം ഇവിടെ എഴുന്നള്ളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് എഴുന്നള്ളിക്കുന്നത് എന്ന് വെച്ചാൽ വോട്ട് കിട്ടി അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വോട്ട് കിട്ടി അധികാരത്തിലെത്തണം. 10 വർഷമായിട്ട് ഇവിടെയില്ല, കേന്ദ്രത്തിലുമില്ല. അപ്പോൾ 50%-ലധികം സ്ത്രീ വോട്ടർമാരുള്ള കേരളത്തിൽ ഈ ചെപ്പടി വിദ്യ കാണിച്ചാൽ വോട്ടിങ് കിട്ടുമെന്നും അതുവഴി അധികാരത്തിലേറാമെന്നുള്ളൊരു സൂത്രമാണ്. അപ്പോൾ ഉപദേശിച്ചത് കനകോലുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ജീവനക്കാർക്കൊക്കെ തന്നെ TA ഇനത്തിൽ ശമ്പളത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നുണ്ട്. അതിനും പോരാത്തത് ഒരു ഫ്രീ ട്രാവലിങ്ങും കൂടെ അനുവദിക്കുന്നതിലെ ഔചിത്യം എന്താണ്? എന്ത് ധനതത്വശാസ്ത്രമാണ്, എന്ത് സാമ്പത്തിക ശാസ്ത്രമാണ് ഈ UDF-നെ ഉപദേശിക്കുന്ന ഈ കനകോലുവിനുള്ളത് എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കേണ്ടതാണ്. ഈ കനകോലുവില്ലേ, അദ്ദേഹം BJPയുടെ ഇലക്ഷൻ തന്ത്രജ്ഞനായിരുന്നു അത്ര. BJPക്ക് ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് പൊടുന്നനെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ തന്ത്രജ്ഞനായി പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ പുറകിൽ തന്നെ ഒരു BJPയുടെ തന്ത്രമില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം അവർക്ക് കടന്നു കയറാൻ പറ്റാത്ത സംസ്ഥാനങ്ങളിൽ ഇത്തരം ചില പദ്ധതികൾ ആവിഷ്കരിച്ച് ഉടനെ തന്നെ ഒരു 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ഈ BJPക്ക് ദീർഘകാല പദ്ധതികളാണ് ആ ഗവൺമെൻറ്റിനെ നാറ്റിക്കുക. കാരണം ഇത്തരം പദ്ധതികൾ കൊടുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു തരം അരക്ഷിതാവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ കർണാടകയിലാണ് ഇവരിത് നടപ്പിലാക്കിയിരിക്കുന്നത്. അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയോ നിങ്ങൾ? ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ഇപ്പോൾ 5500 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. അപ്പോൾ ഒരു 5 വർഷം കൂടെ തുടർന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം അവിടെ പൂട്ടിപ്പോകും. അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെയാവും. അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സൗകര്യമില്ലാതായാൽ ആ ജനങ്ങളെല്ലാം ആ പ്രസ്ഥാനത്തിനെതിരാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവിടേക്ക് BJPക്ക് കടന്നു കയറാം. ഉത്തരേന്ത്യ മുഴുവൻ വർഗീയത പറഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ പക്ഷെ അത് സാധ്യമല്ല. ഇപ്പം കർണാടകയിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ പശ്ചിമ ബംഗാളിലൊന്നും വർഗീയത പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്കാണ് ഈ ഫ്രീ ബീസ് കൊടുക്കുക. അങ്ങനെ ഫ്രീ ബീസ് കൊടുത്താൽ അവരുടെ സാമ്പത്തികം തളരും. വലിയ താമസമില്ലാതെ ആ സർക്കാരിന് ചീത്തപ്പേരുണ്ടാവും. അങ്ങനെ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ BJPക്ക് ഒരു കളമൊരുക്കുക എന്നുള്ള ഒരു അജണ്ടയുമായി അല്ലെങ്കിൽ ഒരു ചാരപ്പണിയുമായാണ് കനകോലു ഇവിടെ വന്നിരിക്കുന്നതെന്ന് സംശയിച്ചാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിലും കനകോലു ഈ തന്ത്രം പയറ്റി നോക്കി. പക്ഷേ ഈ കനകോലു കണ്ട എൻ്റെ മാനത്ത് കണ്ടുപോകാറ് നിതീഷ് കുമാർ. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും 10,000 രൂപ ഇട്ടുകൊടുത്തു. അതിൽ വീണുപോയി. പിന്നെ ഇപ്പോൾ ഈ കൊടുക്കാമെന്ന് പറയുന്നതിനേക്കാൾ കിട്ടിയതിനാണല്ലോ ജനം വിശ്വസിക്കുക. അപ്പോൾ അവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കോൺഗ്രസിനെ അങ്ങ് തോൽപ്പിച്ച് ഇതിൽ വിശ്വസിക്കാൻ പോയില്ല. ഈ നിതീഷ് കുമാറിനെ അങ്ങ് വിശ്വസിച്ച് ആ നിതീഷ് കുമാറിനെ ജയിപ്പിച്ചു വിട്ടു. കനകോലുവിനെ ഈ KSRTC പൂട്ടിപ്പോയാൽ എന്താ? അവിടുത്തെ ജോലിക്കാർക്ക് ജോലിയില്ല ഉണ്ടായാൽ എന്താണ്? അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. അദ്ദേഹം പ്രൊഫഷണലാണ്, ചെയ്യുന്ന ജോലിക്ക് നല്ല ശമ്പളം വാങ്ങുന്നുണ്ടാവും.
UDFിൻ്റെ സകല നേതാക്കളും പറയുന്നത് കേരളം ഏതാണ്ട് 6.5 കോടി ലക്ഷം കടത്തിലാണെന്നാണ് പറയുന്നത്. പോരാത്തതിനോ പൂച്ച പെറ്റ് കിടക്കുന്നത് ഖജനാവാണ് അത്ര ഉള്ളത്. അങ്ങനെ ഒരു ഖജനാവായിരിക്കുമല്ലോ പിണറായി സതീശൻ സാറിനെയും UDFിനെയും ഏൽപ്പിക്കുക. അതിൽ നിന്നുകൊണ്ട് ഇവർ എന്ത് മാജിക് കാണിക്കുക? നാളെ മുതൽ ഈ നരേന്ദ്രമോദി കോടിക്കണക്കിന് രൂപ 1 ലക്ഷം കോടി രൂപ അങ്ങോട്ട് സതീശൻ സാറിന് മുഖ്യമന്ത്രി സാറിന് അയച്ചു കൊടുക്കൂ. എന്നാൽ അവർ പറയട്ടെ, ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ BJPയിൽ നിന്ന് സകലതും വാങ്ങിക്കും. അതോടെ സ്വന്തമായി നോട്ടച്ചടിക്കാനുള്ള പ്രസംഗാനും ഇവർ തുടങ്ങും. ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് വരുമാന മാർഗമാണ് കേരളത്തിലേക്ക് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു തരത്തിലുള്ള പുരോഗമനവും വരരുത് എന്ന് പറയുകയാണ്. വയനാട് തുരങ്കപാത വന്നു, അത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ വയനാടിൻ്റെ എന്ത് പുരോഗതിക്കും അവർ എതിരാണ്. പിന്നെ ഒരു ഹൈസ്പീഡ് ട്രെയിൻ വന്നു. കാരണം ടൂറിസം പോലെയുള്ള മേഖലയൊക്കെ വരണമെങ്കിൽ എന്ത് വരണം? ഇവിടെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയണം. ഇപ്പോൾ ടൂറിസം ആയാലും IT മേഖലയൊക്കെ വികസിക്കണമെങ്കിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ, നല്ല റോഡുകൾ, അതിവേഗത്തിൽ സഞ്ചരിക്കാനുള്ള ട്രെയിൻ സൗകര്യങ്ങൾ, ഇതൊക്കെ വേണം. അതിന് അതിവേഗ റെയിൽവേ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്തു, മഞ്ഞക്കുറ്റി പറിച്ച് സമരം നടത്തി, അതിനൊക്കെ കൂട്ടുനിന്നു. അപ്പോൾ ഇനി ഇവർ അധികാരത്തിൽ വന്നാൽ അങ്ങനെ ഒരു അതിവേഗ റെയിൽവേ പാത വരുമ്പോൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആ മഞ്ഞക്കുറ്റി പറിക്കാൻ നടന്നാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ദേശീയപാത പോലെയുള്ള വികസനം വന്നപ്പോൾ അന്നും എതിർത്തു. എല്ലാ വികസനങ്ങളെയും എതിർത്തുകൊണ്ട് ഇവർ കോടതിയിൽ പോയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെല്ലാം പണം കണ്ടെത്തുക? ഇത്തരം ഫ്രീ പീസ് ജനങ്ങൾക്ക് അനാവശ്യമായി നല്ല വരുമാനമുള്ളവർക്കെല്ലാം സൗജന്യം ഓഫർ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഇതിനുള്ള വരുമാനം? കേരളം അങ്ങ് നശിച്ചു പോകട്ടെ, എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ മതി, എനിക്ക് മുഖ്യമന്ത്രിയായാൽ മതി, ഞങ്ങൾക്ക് മന്ത്രിമാരായാൽ മതി എന്നൊരു കാഴ്ചപ്പാട് തങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ആ പാർട്ടിക്കാരും അല്ലെങ്കിൽ ആ മുന്നണിയും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും ചിന്തിക്കണം. അതനുസരിച്ചിട്ട് വേണം തങ്ങളുടെ ഭരണാധികാരികളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനായിട്ട്, ഭരണമേൽപ്പിക്കാനായിട്ട്. ഈ വിഷയത്തിലുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.